ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് വി കെ ശ്രീരാമൻ ഒരു കലാകാരനാണ്. കലാകാരൻ കൂടിയായ വി കെ ശ്രീരാമൻ ഇങ്ങനെ ഒരു പരാമർശം നടത്തുമെന്ന് പ്രതീക്ഷിച്ചില്ല എന്നതാണ് പുലികളി സംഘങ്ങൾ പറയുന്നത്. വി കെ ശ്രീരാമൻ നടത്തിയത് കലാകാരന്മാരെ ശരീരത്തിന്റെ പേരിൽ അധിക്ഷേപിക്കലാണ്. ശ്രീരാമൻ ഒരിക്കലെങ്കിലും തൃശൂരിൽ വന്ന് പുലികളി കണ്ട് ഈ അഭിപ്രായം മാറ്റിപ്പറയണമെന്നാണ് അയ്യന്തോൾ പുലികളി സംഘത്തിന് ആവശ്യപ്പെടാനുള്ളത്. ഷാബാസ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. പുലികളിക്കെതിരെയുള്ള വി കെ ശ്രീരാമന്റെ പരാമർശത്തിനെതിരെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. വലിയ പ്രതിഷേധമാണ് പുലികളിയെ സ്നേഹിക്കുന്നവർ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. വി കെ ശ്രീരാമൻ നടത്തിയത് ഒരു ബോഡി ഷെയ്മിംഗ് ആണ് എന്നൊരു നിലപാടിൽ തന്നെയാണ് പുലികളി സംഘങ്ങളൊക്കെ ഉറച്ചു നിൽക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് അയ്യന്തോൾ പുലികളി സംഘത്തിലെ ഭാരവാഹികളുടെ കൂടെയാണ്. കഴിഞ്ഞ ഈ മാസം ആദ്യം അയ്യന്തോൾ പുലികളി സംഘം നടത്തിയ ഒരു ട്രെയിനിങ് വീഡിയോ ആണ് വി കെ ശ്രീരാമൻ പങ്കുവച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ പുലികളി സംഘത്തിന്റെ പ്രസിഡന്റ് ഉണ്ട്. ഈ ഒരു പരാമർശം അനവസരത്തിലായി പോയി തോന്നില്ലേ? ഏറ്റവും ഉചിതമല്ലാത്ത, ഏറ്റവും അപലനീയമായ ഒരു പരാമർശമാണ് അദ്ദേഹം നടത്തിയത്. പുലിക്കളിയിൽ പങ്കെടുക്കുന്ന എല്ലാ പുലികളും കൊടവയറും ശരീരം തടിച്ചവരല്ല. തൃശ്ശൂരിലെ പുലിക്കളിയുടെ ഗുരു എന്ന് പറയുന്ന ചാത്തുണ്ണി ആശാൻ ഏതാണ്ട് നമ്മുടെ പെൻസിൽ മാർക്ക് മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിന് വയറൊന്നുമില്ല. വയറ് വന്നതൊക്കെ ഇപ്പം അടുത്താണ്. വയറ് വന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പുലിയുടെ തല വയറുമ്പോൾ വരയ്ക്കാൻ പറ്റുന്നുള്ളതുകൊണ്ടാണ്. ഒരു കലാകാരനെ നിങ്ങൾക്ക് എങ്ങനെയാണ് ശാരീരികമായിട്ട് വിവക്ഷിക്കാൻ പറ്റുക? അങ്ങനെ ശരിയായ പുലിക്കളി കണ്ടിട്ടില്ല. കാട്ടാളം പറഞ്ഞൊരു കാലത്ത് വല്ല പുലിക്കളി ആയിരിക്കും അങ്ങനെ കണ്ടിട്ടുണ്ടാവുക. വി കെ ശ്രീരാമൻ തൃശ്ശൂരിലേക്ക് വരൂ, പുലിക്കളി കാണൂ, കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായം പറയും. കലാകാരൻ കൂടിയായ ശ്രീരാമൻ ഇങ്ങനെ പറയേണ്ടിയിരുന്നില്ല എന്നാണ് അഭിപ്രായം. അതെ, അങ്ങനെ ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. അങ്ങേരൊരു പുരോഗമന ചിന്താഗതിയുള്ള ആളാണ്. അങ്ങേരൊരു മൃഗസ്നേഹിയാണ്. പല തരത്തിലും അദ്ദേഹം അറിയപ്പെടുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ പറയുന്നത് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. ഇങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. വളരെ മോശമായി പോയി എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മളൊക്കെ പുലികളിക്ക് ഒരുങ്ങി നിൽക്കുന്ന ഒരു സമയമാണ്. ഈ സമയത്ത് ഇത്തരത്തിലൊരു പരാമർശം നടത്തിയത് ഭയങ്കര വേദന ഉണ്ടാക്കിയില്ല? തീർച്ചയായിട്ടും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുക്കങ്ങൾ എന്ന് പറഞ്ഞാൽ ഇനി 9 ദിവസമുള്ളൂ. 9ാമത്തെ ദിവസം നമ്മൾ പുലിക്കളിയാണ്. അന്നേരം തന്നെ ഇദ്ദേഹം ഇങ്ങനെ ഒരു പറഞ്ഞത്, അത് മറ്റൊരാൾ പറയണമെങ്കിൽ ഇത്ര വിഷമം ഉണ്ടായിരുന്നില്ല. ഇദ്ദേഹം ഒരു കലാകാരനാണ്. ഈ കലാകാരൻ എന്ന് പറയുന്ന വ്യക്തി ഇദ്ദേഹം മറ്റൊരു കലയെ അധിക്ഷേപിക്കുക എന്നുള്ളത് വളരെ മോശമായുള്ളതാണ്. ഇദ്ദേഹം എത്രയും പെട്ടെന്ന് ഇദ്ദേഹത്തിൻ്റെ പോസ്റ്റ് അത് പിൻവലിക്കണം എന്നാണ് പറയുന്നത്. അതാണ് പുലികളി സംഘങ്ങൾക്ക് പറയാനുള്ളത്. അതാണ് വി കെ ശ്രീരാമൻ ഒരുപക്ഷെ ആ പുലികളി നേരിൽ കണ്ടിട്ടുണ്ടാകില്ല, നേരിട്ടുള്ള പുലികളി എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടാകില്ല. എന്തായാലും ഇത്തവണത്തെ പുലിക്കളിക്ക് വി കെ ശ്രീരാമൻ വന്ന് അത് കാണണം, അത് അനുഭവിച്ചറിയണം, ശേഷം ഈ അഭിപ്രായം മാറ്റി പറയണം എന്നാണ് പുലികളി സംഘങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. വീഡിയോ ജേർണലിസ്റ്റ് ബിജു ആമക്കൂടിനൊപ്പം റിപ്പോർട്ടർ ഷാബാസ് അഹമ്മദ്, ഇൻ റിപ്പോർട്ടർ, തൃശൂർ.